ഹായ്, ഈ ഒരു വീഡിയോയിൽ നമ്മൾ നോക്കാൻ പോകുന്നത് നമ്പർ സിസ്റ്റം എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ടോപ്പിക്കാണ്. നമ്പർ സിസ്റ്റത്തിൽ തന്നെ ഒരുപാട് വേറെ സബ് ടോപ്പിക്സും ഉണ്ട്. അപ്പോൾ നമ്പർ സിസ്റ്റത്തിൽ ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് സൈക്ലിസിറ്റി എന്ന് പറഞ്ഞിട്ടുള്ള ടോപ്പിക്കാണ്. നമ്മൾ സാധാരണ കോമ്പറ്റേറ്റീവ് എക്സാംസിനാണ് ഈ ടോപ്പിക്സ് ഒക്കെ വരുന്നത്. അപ്പോൾ സൈക്ലിസിറ്റി എന്ന് പറയുമ്പോൾ സൈക്ലിസിറ്റി നമുക്ക് കൂടുതലായിട്ടും യൂണിറ്റ് ഡിജിറ്റ് ആണ് നമ്മൾ സൈക്ലിസിറ്റിക്ക് നോക്കുന്നത്. ഓക്കെ, നമുക്ക് എക്സാമ്പിൾ വെച്ചിട്ട് നോക്കാം, അപ്പോൾ കുറച്ചുകൂടി മനസ്സിലാവും. അപ്പോൾ നമ്മൾ ഫസ്റ്റ് സൈക്ലിസിറ്റി ആണ് നോക്കുന്നത്. ഇപ്പോൾ നമ്മൾ 2ൻ്റെ സൈക്ലിസിറ്റി നോക്കാമെന്ന് വിചാരിക്കുക. അപ്പോൾ 2⁻1 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 2 ആണല്ലോ. അതുപോലെ തന്നെ 2⁻2 എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് 4 ആയിരിക്കും. 2⁻3 എന്ന് പറയുന്നത് 8 ആയിരിക്കും. 2⁻4 എന്ന് പറയുന്നത് 16 ആയിരിക്കും. അപ്പോൾ ഇവിടെ ഡബിൾ ഡിജിറ്റ് ആയല്ലേ. അപ്പോൾ 16 അല്ല നമ്മൾ എടുക്കുന്നത്, 6 ആയിരിക്കും നമ്മൾ എടുക്കുന്നത്. ഓക്കെ, അതുപോലെ തന്നെ 2⁻5 എന്ന് പറയുമ്പോൾ എന്ത് വരും? 32 വരും. 2⁻6 എന്ന് പറയുമ്പോൾ 64 വരും. 2⁻7 എന്ന് പറയുമ്പോൾ 128 വരും. 2⁻8 എന്ന് പറയുമ്പോൾ 256 എന്ന് വരും. അപ്പോൾ നിങ്ങളിത് നോക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവുമായിരിക്കും. നമ്മൾ ലാസ്റ്റത്തെ യൂണിറ്റ് ഡിജിറ്റ് മാത്രം നോക്കാം. യൂണിറ്റ് ഡിജിറ്റ് മാത്രം നോക്കുമ്പോൾ 2 ഉണ്ട്, 4 ഉണ്ട്, 8 ഉണ്ട്, 6 ഉണ്ട്. അതുപോലെ തന്നെ 2, 4, 8, 6. അപ്പോൾ ഇവിടെ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും, ഇതിങ്ങനെ റിപ്പീറ്റ് ചെയ്യുന്നുണ്ട്. 2, 4, 8, 6 എന്ന് പറയുന്നത് ഇങ്ങനെ റിപ്പീറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് അല്ലേ. ആ ഒരു 2, 4, 8, 6 ഇതാണ് 2ൻ്റെ സൈക്ലിസിറ്റി. ഇതിനെയാണ് നമ്മൾ സൈക്ലിസിറ്റി എന്ന് പറയുന്നത്. ഓക്കെ, ഇതുപോലെ തന്നെ നമുക്ക് 3യുടെ സൈക്ലിസിറ്റി നോക്കാം. ഇപ്പോൾ 3യുടെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ 3⁻1 എന്ന് പറയുന്നത് 3 ആയിരിക്കും. 3 സ്ക്വയർ എന്ന് പറയുമ്പോൾ 9. 3 ക്യൂബ് എന്ന് പറയുന്നത് 27. 3⁻4 എന്ന് പറയുന്നത് 81. 3⁻5 എന്ന് പറയുന്നത് 243. 3⁻6 എന്ന് പറയുന്നത് 729. 3⁻7 എന്ന് പറയുന്നത് 2187. 3⁻8 എന്ന് പറയുന്നത് 6561. ഇതാണ്. ഓക്കെ, അപ്പോൾ ഇതിൽ നമ്മൾ നോക്കുകയാണെങ്കിൽ യൂണിറ്റ് ഡിജിറ്റ്സ് മാത്രമാണ് നമ്മൾ നോക്കുന്നത്. 3, 9, 7, 1. അതുപോലെ തന്നെ അടുത്തതും 3, 9, 7, 1. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും 3, 9, 7, 1. ഇതാണ് 3യുടെ സൈക്ലിസിറ്റി എന്ന് പറയുന്നത്. അപ്പോൾ 3യുടെ സൈക്ലിസിറ്റി മനസ്സിലായിട്ടുണ്ടാവുമല്ലോ. 3, 9, 7, 1. ഇതുപോലെ 2ൻ്റെ സൈക്ലിസിറ്റി എന്തായിരുന്നു? 2, 4, 8, 6. ഓക്കെ, ഇതുപോലെ അടുത്തത് നോക്കാം. അടുത്തത് നോക്കുമ്പോൾ 4ൻ്റെ സൈക്ലിസിറ്റി നോക്കുകയാണെങ്കിൽ എന്ത് വരും? 4⁻1 എന്ന് പറയുന്നത് 4. 4 സ്ക്വയർ എന്ന് പറയുന്നത് 16. 4 ക്യൂബ് എന്ന് പറയുമ്പോൾ 64. 4⁻4 എന്ന് പറയുന്നത് 256. അപ്പോൾ നിങ്ങൾ നോക്കുമ്പോൾ ഇവിടെ സൈക്ലിസിറ്റി എങ്ങനെയാണ് വരുന്നത്? 4, 6. ഇതാണ് 4ൻ്റെ സൈക്ലിസിറ്റി. അപ്പോൾ ഇവിടെ ആകെ 2 എണ്ണേ ഉള്ളൂ, 4, 6. ഇത് മാത്രമേ ഉള്ളൂ. ഇനി 5ൻ്റെ സൈക്ലിസിറ്റി എന്താ? 5⁻1 എന്ന് പറയുന്നത് 5. 5 സ്ക്വയർ എന്ന് പറയുമ്പോൾ 25. 5 ക്യൂബ് എന്ന് പറയുന്നത് 125. അപ്പോൾ നമുക്ക് മനസ്സിലായ കാര്യം 5 ആണ് ലാസ്റ്റ് വരുന്നത്. അപ്പോൾ 5ൻ്റെ സൈക്ലിസിറ്റി എന്ന് പറയുമ്പോൾ അതെന്തായിരിക്കും? 5 തന്നെയായിരിക്കും. ഇനി അടുത്തത് ഇതുപോലെ തന്നെ 6ൻ്റെ സൈക്ലിസിറ്റി നോക്കാം. അതുപോലെ 7ൻ്റെ സൈക്ലിസിറ്റി നോക്കാം. അപ്പോൾ 6ൻ്റെ സൈക്ലിസിറ്റി നോക്കുകയാണെങ്കിൽ എന്തായാലും 1 ഉണ്ടാവുള്ളൂ. 6 മാത്രമേ ഉള്ളൂ. കാരണം 6, 36, 216 അങ്ങനെയല്ലേ പോകും. അപ്പോൾ ആകെ സൈക്ലിസിറ്റി 1 ഉള്ളൂ. ഇനി 2ൻ്റെ കേസിലാണെങ്കിൽ സൈക്ലിസിറ്റി എന്താ? 4 ആണ്. അതുപോലെ 3യുടെ കേസിലും 4 ആണ്. 4ൻ്റെ കേസിൽ സൈക്ലിസിറ്റി എന്താ? 2 ആണ്. ഇനി അതുപോലെ തന്നെ നമുക്ക് 7ൻ്റെ കേസിലെ സൈക്ലിസിറ്റി നോക്കുകയാണെങ്കിൽ 7⁻1 എന്ന് പറയുന്നത് 7. 7 സ്ക്വയർ 49. 7 ക്യൂബ് 343. 7⁻4 2401. അപ്പോൾ 7ൻ്റെ കേസിൽ 7ൻ്റെ സൈക്ലിസിറ്റി 4 ആണ്. അപ്പോൾ ഏതാണ്? 7, 9, 3, 1.
ഇതാണ് 7ൻ്റെ സൈക്ലിസിറ്റി എന്ന് പറയുന്നത്. അപ്പോൾ 7ൻ്റെ സൈക്ലിസിറ്റി ഓഫ് 7 എന്ന് പറയുന്നത് എത്രയാണ്? 4 ആണ്. ഓക്കെ. ഇതുപോലെ 8ൻ്റെ കേസിലാണെങ്കിലും 4 തന്നെയായിരിക്കും വരുന്നത്. ഇപ്പോൾ 8ൻ്റെ 8⁻1 എന്ന് പറയുന്നത് 8 സ്ക്വയർ 64, 8 ക്യൂബ് 512, 8⁴ 4096. അപ്പോൾ ഇവിടെ നോക്കുകയാണെങ്കിലും 8 4 2 6. അപ്പോൾ 8ൻ്റെ കേസിലും വരുന്നത് സൈക്ലിസിറ്റി എത്രയാണ്? 4 ആണ് വരുന്നത്. ഓക്കെ. ഇതുപോലെ 9ൻ്റെ കേസിൽ ഇപ്പോൾ 9⁻1 = 9, 9⁻2 = 81, 9⁻3 = 729. അപ്പോൾ എന്തായാലും 9ൻ്റെ കേസിലും വരുന്നത് 9 അല്ലെങ്കിൽ 1. അപ്പോൾ ഏകദേശം നമുക്ക് സൈക്ലിസിറ്റി കിട്ടി. അപ്പോൾ സൈക്ലിസിറ്റി എന്ന് പറയുന്നത് ഇവിടെ 2 ആയിരിക്കും. അപ്പോൾ എങ്ങനെയാണ് സൈക്ലിസിറ്റി എന്ന് മനസ്സിലായി അല്ലേ? ഇതാണ് നമുക്ക് ഇതിൽ ബേസിക്കായിട്ട് അറിഞ്ഞിരിക്കേണ്ട കാര്യം. സൈക്ലിസിറ്റി നോക്കാൻ അറിയണം. അത് നമ്മൾ കൂടുതലായിട്ടും പ്രോബ്ലംസ് ചെയ്തിട്ട് ഈ ഒരു സൈക്ലിസിറ്റി ഉണ്ടല്ലോ അത് നമ്മുടെ മൈൻഡിൽ ഇങ്ങനെ എന്തായാലും ഒരു സംഭവം നമ്മുടെ മൈൻഡിൽ ഇങ്ങനെ ബൈ ഹാർട്ടായിട്ട് പോകണം. അപ്പോൾ അല്ലെങ്കിൽ പിന്നെ ആ നേരത്ത് നമുക്ക് എക്സാം ഹാളിൽ ഇരുന്നിട്ട് ഇത് ആ നേരത്ത് നമുക്ക് കൂട്ടി നോക്കാനായിട്ട് പറ്റില്ലല്ലോ. ഇനി നമുക്ക് ഓരോ ക്വസ്റ്റ്യൻസ് ആയിട്ട് എടുത്ത് നോക്കാം. ഫസ്റ്റ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ വാട്ട് വിൽ ബി ദി യൂണിറ്റ് ഡിജിറ്റ് ഓഫ് ദി എക്സ്പ്രഷൻ 2⁻94 + 7⁻21. അപ്പോൾ ഇവിടെ 2ൻ്റെ സൈക്ലിസിറ്റിയും അതുപോലെ 7ൻ്റെ സൈക്ലിസിറ്റിയാണ് നമുക്ക് അറിയേണ്ടത്. ഓക്കെ. അപ്പോൾ ഇവിടെ നമ്മൾ 2ൻ്റെ സൈക്ലിസിറ്റി നമുക്കറിയാം 4 ആണെന്ന്, അതുപോലെ 7ൻ്റെ സൈക്ലിസിറ്റിയും 4 ആണെന്ന് നമുക്കറിയാം. ഇനി ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചാൽ 2⁻94 അല്ലേ വന്നേക്കുന്നത്, 2⁻94. അപ്പോൾ ഈ ഒരു 94നെ നമ്മൾ എന്ത് ചെയ്യണം? 2ൻ്റെ സൈക്ലിസിറ്റി എത്രയാണ്? 4 ആണ്. ആ 4 വെച്ചിട്ട് നമ്മൾ ഡിവൈഡ് ചെയ്യണം. 9നെ 4 വെച്ച് ഡിവൈഡ് ചെയ്യുമ്പോൾ ഇവിടെ 2 ടൈംസ് 8 1 4. 4 14ൽ എത്ര ടൈംസ്? 3 ടൈംസ് ഉണ്ട് 12. അപ്പോൾ ഇവിടെ നമുക്ക് റിമൈൻഡർ കിട്ടിയത് 2 ആണ്. 2ൻ്റെ സൈക്ലിസിറ്റി ഏതൊക്കെയാണ് വരുന്നത്? 2 4 8 6. ഇതാണല്ലോ 2ൻ്റെ സൈക്ലിസിറ്റി. ഇവിടെ നമുക്ക് റിമൈൻഡർ 2 ആണെങ്കിൽ സെക്കൻഡ് പൊസിഷനിൽ ഏതാണോ കിടക്കുന്നത് അതായിരിക്കും യൂണിറ്റ് ഡിജിറ്റായിട്ട് വരുന്നത്. അപ്പോൾ ഇവിടെ 4 ആയിരിക്കും യൂണിറ്റ് ഡിജിറ്റ് വരുന്നത്. അപ്പോൾ അത് മനസ്സിലായല്ലോ. അതുപോലെ അടുത്തത് നമുക്ക് 7⁻21 ആണ് അറിയേണ്ടത്. 7⁻21. ഇതേപോലെ തന്നെ 21നെ നമ്മൾ 7ൻ്റെ സൈക്ലിസിറ്റി എത്രയാണ്? 4 ആണ്. 4 വെച്ചിട്ട് ഡിവൈഡ് ചെയ്ത് നോക്കുക. അപ്പോൾ 5 ടൈംസ് അല്ലേ 20 കിട്ടും. അപ്പോൾ 1 ആയിരിക്കും റിമൈൻഡർ വരുന്നത്. 7ൻ്റെ സൈക്ലിസിറ്റി എത്രയാണ് വരുന്നത്? 7 9 3 1. അപ്പോൾ 1 റിമൈൻഡർ കിട്ടുന്നുണ്ടെങ്കിൽ ഫസ്റ്റ് പൊസിഷനിൽ ഏതാണോ കിടക്കുന്നത് അതായിരിക്കും അതിൻ്റെ യൂണിറ്റ് ഡിജിറ്റായിട്ട് വരുന്നത്. അപ്പോൾ ഇവിടെ നമ്മൾ നോക്കുമ്പോൾ 4ഉം അതുപോലെ 7ഉം. അപ്പോൾ 4 + 7 എന്ന് പറയുന്നത് എത്രയാണ്? 11 ആണ്. 11ൽ യൂണിറ്റ് ഡിജിറ്റ് എത്രയാണ് വരുന്നത്? 1 ആണ്. അപ്പോൾ നമ്മുടെ 1 ആയിരിക്കും ഇവിടെ ആൻസർ വരുന്നത്. ഇതുപോലെ അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. വാട്ട് വിൽ ബി ദി യൂണിറ്റ് ഡിജിറ്റ് ഓഫ് ദി എക്സ്പ്രഷൻ 2⁻501 - 2⁻80. അപ്പോൾ ഇവിടെ നോക്കുമ്പോൾ മൈനസ് ആണ് വന്നിട്ടുള്ളത്, അത് ശ്രദ്ധിക്കണം. ഓക്കെ. അപ്പോൾ ഇവിടെ നമ്മൾ നോക്കുമ്പോൾ 2⁻501 2⁻501. ഇതുപോലെ തന്നെ ഈ ഒരു 501നെ നമ്മൾ 2ൻ്റെ സൈക്ലിസിറ്റി എത്രയാണ്? 4 വെച്ചിട്ട് ഡിവൈഡ് ചെയ്ത് നോക്കുക. 5ൽ 1 ടൈം വരും 4, പിന്നെ 10ൽ എത്ര ടൈംസ് വരും? 2 ടൈംസ് വരും 8, 21ൽ എത്ര ടൈംസ് വരും? 5 ടൈംസ് വരും. അപ്പോൾ ഇവിടെ 20. നമുക്ക് റിമൈൻഡർ കിട്ടുന്നത് 1 ആയിരിക്കും അല്ലേ? 2ൻ്റെ സൈക്ലിസിറ്റി എത്രയാണ് വരുന്നത്? 2 4 8 6. അപ്പോൾ ഇവിടെ റിമൈൻഡർ എത്രയാണ് വന്നേക്കുന്നത്? 1 എന്ന് വെച്ചാൽ ഫസ്റ്റ് പൊസിഷൻ. ഈ ഒരു 2 ആയിരിക്കും ആൻസർ വരുന്നത്. ഇതുപോലെ തന്നെയാണ് അടുത്തത് 2⁻80 എന്നുള്ളത്. 2⁻80 നമുക്ക് നോക്കണം. അപ്പോൾ ഇതേപോലെ തന്നെ 80നെ നമ്മൾ എന്ത് വെച്ചിട്ട് ഡിവൈഡ് ചെയ്യണം? 4 വെച്ചിട്ട് ഡിവൈഡ് ചെയ്യണം. 80നെ 4 വെച്ചിട്ട് ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ എത്രയാണ് നമുക്ക് ആൻസർ കിട്ടുക? ഇത് കറക്റ്റായിട്ട് ഡിവൈഡ് ചെയ്ത് പോകും അല്ലേ? ഇപ്പോൾ 2 ടൈംസ് ഡിവൈഡ് ചെയ്ത് പോകും കറക്റ്റായിട്ട്. അപ്പോൾ ഇവിടെ നമുക്ക് 20 കറക്റ്റായിട്ട് ഇവിടെ കറക്റ്റായിട്ട് ഡിവൈഡ് ചെയ്ത് പോയില്ലേ? അപ്പോൾ നമുക്ക് റിമൈൻഡർ എന്തായാലും 0 ആണ് കിട്ടുക. ഇതേപോലെ തന്നെ 2 4 8 6. അപ്പോൾ ഇതിൽ ഞാൻ പറഞ്ഞൊരു കാര്യമുണ്ട്. നമുക്ക് ഫസ്റ്റ് പൊസിഷൻ ആണെങ്കിൽ
ഇത് പിന്നെ സെക്കൻഡ് പൊസിഷൻ തേർഡ്, പിന്നെ വരുന്നത് 0 ആണ്. ഫോർത്ത് പൊസിഷൻ എന്ന് പറയുന്നത് 0 ആണ് വരുന്നത്. അപ്പോൾ ഈ ഒരു 6 ആയിരിക്കും അതിൽ ആൻസർ വരുന്നത്. ഓക്കെ, 2⁻86 യൂണിറ്റ് ഡിജിറ്റ് എന്ന് പറയുന്നത് 6 ആയിരിക്കും. ഓക്കെ, ഇനി ഇവിടെ ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതുപോലെ തന്നെ മൈനസ് ചെയ്യുക. അപ്പോൾ മൈനസ് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? 2 - 6 വരും. അപ്പോൾ -4 ആയിരിക്കും ഇവിടെ ആൻസർ വരുന്നത്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ഇവിടെ 3⁻91 + 8⁻44 ഇതിൻ്റെ സൈക്ലിസിറ്റിയാണ് നമുക്ക് കാണേണ്ടത്. ഓക്കെ, അപ്പോൾ 3⁻91 ഇതേപോലെ തന്നെ നമ്മൾ ഡിവൈഡ് ചെയ്ത് നോക്കാം. 3⁻91, അപ്പോൾ 91നെ നമ്മൾ 3യുടെ സൈക്ലിസിറ്റി എത്രയാണ് വരുന്നത്? 4 ആണല്ലോ. 4 വെച്ച് ഡിവൈഡ് ചെയ്ത് നോക്കുക. അപ്പോൾ 2 തവണയല്ലേ പോവുക, അപ്പോൾ 8. പിന്നെ 11ൽ 4 എത്ര തവണ വരും? അതും 2 തവണ. അപ്പോൾ 8, 3. നമുക്ക് റിമൈൻഡർ കിട്ടിയത് 3 ആണ്. അപ്പോൾ 3യുടെ സൈക്ലിസിറ്റി ഏതൊക്കെയാണ് വരുന്നത്? 3, 9, 7, 1. അപ്പോൾ ഇവിടെ മൂന്നാമത്തെ പൊസിഷനിൽ കിടക്കുന്നത് ഏതാണ്? 7 ആണ്. ഇതുപോലെ തന്നെ അടുത്തത് നോക്കാം. 8⁻44. 8⁻44. അപ്പോൾ ഈ ഒരു 44 ഇല്ലേ, ഈ 44നെ ഡിവൈഡഡ് ബൈ എന്ത് ചെയ്യണം? 8ൻ്റെ സൈക്ലിസിറ്റി എത്രയാണെന്ന് നമുക്കറിയാം, അതും 4 ആണ്. 4 വെച്ച് ഡിവൈഡ് ചെയ്യുമ്പോൾ നമുക്ക് കറക്റ്റായിട്ട് 0 കിട്ടും. 0 കിട്ടുന്നുണ്ടെങ്കിൽ അത് ഫോർത്ത് പൊസിഷൻ ആയിരിക്കുമല്ലോ 0 കിട്ടുന്നത്. അപ്പോൾ 8, 4, 2, 6. അപ്പോൾ ഈ ഫോർത്ത് പൊസിഷൻ 6 ആയിരിക്കും ഇവിടെ റിമൈൻഡർ 0 ആയിരിക്കുമ്പോൾ അതിന് കറക്റ്റായിട്ട് വരുന്നൊരു വാല്യൂ. അപ്പോൾ ഈ ഒരു 7ഉം 6ഉം കൂടെ ആഡ് ചെയ്യാം. 7 + 6 എന്ന് പറയുമ്പോൾ 13 അല്ലേ നമുക്ക് കിട്ടുന്നത്. അപ്പോൾ ഇതിൽ യൂണിറ്റ് ഡിജിറ്റാണ് നമ്മൾ നോക്കേണ്ടത്. ഓക്കെ, 7 + 6ൻ്റെ യൂണിറ്റ് ഡിജിറ്റ് എത്രയാണ് വരുന്നത്? 3 ആണ്. അപ്പോൾ ഇവിടുത്തെ ആൻസർ 3 ആയിരിക്കും. അടുത്ത ക്വസ്റ്റ്യൻ, when 2⁻33 is divided by 10 the remainder will be. ഇതാണ് ക്വസ്റ്റ്യൻ. അപ്പോൾ ഇവിടെ 2⁻33നെ നമ്മൾ 10 വെച്ചിട്ട് ഡിവൈഡ് ചെയ്യണം. ഓക്കെ, അപ്പോൾ ഇവിടെ നമ്മൾ നോക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ചാൽ ആദ്യം 2⁻33യുടെ യൂണിറ്റ് ഡിജിറ്റ് കണ്ടുപിടിക്കുക. ഓക്കെ, അപ്പോൾ യൂണിറ്റ് ഡിജിറ്റ് കണ്ടുപിടിച്ചിട്ട് ഇപ്പോൾ നമ്മളൊരു നമ്പറിനെ 10 വെച്ചിട്ട് ഡിവൈഡ് ചെയ്യുകയെന്നുണ്ടെങ്കിൽ അതിൻ്റെ യൂണിറ്റ് ഡിജിറ്റ് തന്നെയായിരിക്കും അതിൻ്റെ റിമൈൻഡർ. അത് മനസ്സിലാക്കാം. ഓക്കെ, അപ്പോൾ ഇവിടെ 2⁻33. അപ്പോൾ ഈ ഒരു 33നെ നമ്മൾ എന്ത് ചെയ്യണം? 2ൻ്റെ സൈക്ലിസിറ്റി വെച്ചിട്ട് ഡിവൈഡ് ചെയ്യുക. 4 വെച്ച് ഡിവൈഡ് ചെയ്യുമ്പോൾ 8 × 4 എത്ര വരും? 32 വരും. റിമൈൻഡർ 1 ആയിരിക്കും. ഓക്കെ, അപ്പോൾ ഇവിടെ നമ്മുടെ 2യുടെ സൈക്ലിസിറ്റി എങ്ങനെയാണ് വരുന്നത്? 2, 4, 8, 6 എന്ന് പറഞ്ഞിട്ടല്ലേ. അപ്പോൾ 2, 4, 8, 6 എന്ന് പറയുമ്പോൾ അതിൽ 1 ആണ് നമുക്ക് റിമൈൻഡർ. അപ്പോൾ ഫസ്റ്റ് പൊസിഷൻ കിടക്കുന്നത്. അപ്പോൾ ഇവിടുത്തെ ആൻസർ എന്ന് പറയുന്നത് 2 ആയിരിക്കും. അപ്പോൾ ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ കിട്ടുമ്പോൾ ആദ്യം തന്നെ നമ്മൾ എന്ത് ചെയ്യുക? ഇതിൻ്റെ സൈക്ലിസിറ്റി വെച്ചിട്ട് ഡിവൈഡ് ചെയ്ത് നോക്കുക. ഓക്കെ, ക്വസ്റ്റ്യൻ, what will come in place of unit digit in the value of 7⁻35 into 3⁻71 into 11⁻55? ഇതാണ് നമുക്ക് അറിയേണ്ടത്. അപ്പോൾ നമ്മൾ ഇത്രയും നേരം ചെയ്ത പോലെ തന്നെ എന്ത് ചെയ്യാം? 35നെ 7ൻ്റെ സൈക്ലിസിറ്റി വെച്ചിട്ട് ഡിവൈഡ് ചെയ്യുക. അതുപോലെ തന്നെ 71നെ 3യുടെ സൈക്ലിസിറ്റി വെച്ച് ഡിവൈഡ് ചെയ്യുക. 55നെ 11ൻ്റെ സൈക്ലിസിറ്റി വെച്ചിട്ട് ഡിവൈഡ് ചെയ്യുക. ഓക്കെ, ഇങ്ങനെ ചെയ്തിട്ട് ആ കിട്ടുന്ന നമ്പേഴ്സ് ഉണ്ടല്ലോ അത് വെച്ച് മൾട്ടിപ്ലൈ ചെയ്തിട്ട് അതിൻ്റെ യൂണിറ്റ് ഡിജിറ്റ് എടുക്കുക. ഇതാണ് ഇവിടെ ചെയ്യാൻ പറ്റിയത്. ഓക്കെ, അപ്പോൾ നമ്മളിവിടെ നോക്കുമ്പോൾ ഓക്കെ, ഈ 7⁻35 അല്ലേ. അപ്പോൾ 35ന് 7ൻ്റെ സൈക്ലിസിറ്റി എത്രയാണ് വരുന്നത്? 4 ആണ്. അപ്പോൾ ഈ ഒരു 35നെ 4 വെച്ചിട്ട് ഡിവൈഡ് ചെയ്ത് നോക്കുക. 4 വെച്ച് ഡിവൈഡ് ചെയ്യുമ്പോൾ 8 × 4 നമുക്ക് 32 കിട്ടും അല്ലേ. അപ്പോൾ ഇവിടെ ബാക്കി നമുക്ക് 3 ആയിരിക്കും കിട്ടുന്നത്. അപ്പോൾ 7ൻ്റെ സൈക്ലിസിറ്റി എങ്ങനെയാണ് വരുന്നത്? 7, 9, 3, 1. അപ്പോൾ 3 എന്ന് പറയുമ്പോൾ തേർഡ് പൊസിഷൻ എന്നാണ് അർത്ഥം വരുന്നത്. ഇവിടെ തേർഡ് പൊസിഷൻ ഏതാണ്? 3 തന്നെയാണ്. അപ്പോൾ അതിൻ്റെ യൂണിറ്റ് ഡിജിറ്റ് നമുക്ക് കിട്ടി 3 ആണെന്നുള്ളത്
ഇതുപോലെ തന്നെ അടുത്തത് വരുന്നതാണ് 3�71 എന്ന് പറയുന്നത്. അപ്പോൾ 71നെ നമ്മൾ 3യുടെ സൈക്കിൾസിറ്റി വെച്ചിട്ട് ഡിവൈഡ് ചെയ്ത് നോക്കുക. 3യുടെ സൈക്കിൾസിറ്റി എന്ന് പറയുന്നത് ഇവിടെ എത്രയാണ്? 4 ആണ്. 7ൽ 4 എത്ര ടൈംസ് ഉണ്ട്? 1 ടൈം. അപ്പോൾ 4 നമുക്ക് ബാക്കി 31ൽ 4 എത്ര ടൈംസ് വരുന്നുണ്ട്? 7 ടൈംസ് അല്ലേ വരുന്നത്? 28. അപ്പോൾ ഇവിടെ 28, അതും ബാക്കി നമുക്ക് 3 ആണ് കിട്ടുന്നത്. ഈ ഒരു 3യുടെ സൈക്കിൾസിറ്റി എങ്ങനെയാണ്? 3, 9, 7, 1. അപ്പോൾ ഇവിടെ നമുക്ക് വരുന്നത് തേർഡ് പൊസിഷൻ തന്നെയാണ്. അതിൽ വരുന്നത് എത്രയാണ്? 7 ആണ്. അപ്പോൾ 3യുടെ യൂണിറ്റ് ഡിജിറ്റ് നമുക്ക് കിട്ടി 7 ആണെന്നുള്ളത്. ഇനി അടുത്തത് 11ൻ്റെ കേസിലാണ്. 11 എന്തായാലും ലാസ്റ്റ് 1 വരുള്ളൂ. എങ്ങനെ നോക്കിയാലും 11ൻ്റെ നമ്മൾ സ്ക്വയർ, ക്യൂബ് ഒക്കെ എടുത്ത് നോക്കിയാലും ലാസ്റ്റ് 1 അല്ലേ വരുന്നത്. 11ൻ്റെ കേസിൽ എന്തായാലും 1 ആണ് വരുന്നത്. ഇനി ഇവിടെ ചെയ്യാനുള്ളത് എന്താ? ഇതെല്ലാം കൂടെ മൾട്ടിപ്ലൈ ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ 3 ഇൻറ്റു 7 ഇൻറ്റു 1, ഇതെല്ലാം കൂടെ മൾട്ടിപ്ലൈ ചെയ്യുക. 3 ഇൻറ്റു 7 എന്ന് പറയുന്നത് 21, ഇൻറ്റു 1 എന്ന് പറയുന്നത് 21 തന്നെയാണല്ലോ. അപ്പോൾ 21ൻ്റെ യൂണിറ്റ് ഡിജിറ്റ് എത്രയാണ് വരുന്നത്? 1. അപ്പോൾ ഇവിടുത്തെ ആൻസർ വരുന്നത് 1. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും, ആദ്യം ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ കിട്ടിക്കഴിഞ്ഞാൽ ആ പവർ എത്രയാണോ അതിനെ നമ്മൾ ഏത് നമ്പറാണോ തന്നിരിക്കുന്നത് അതിൻ്റെ സൈക്കിൾസിറ്റി വെച്ചിട്ട് വേണം ഡിവൈഡ് ചെയ്യാനായിട്ട്. അങ്ങനെ ഡിവൈഡ് ചെയ്യുക. ഇവിടെ പറഞ്ഞിരിക്കുന്നത് മൾട്ടിപ്ലിക്കേഷനാണ്. ആ മൾട്ടിപ്ലിക്കേഷൻ ചെയ്യുക, യൂണിറ്റ് ഡിജിറ്റ് കണ്ടുപിടിക്കുക. ഇത്രയാണ് ഇതിൽ വരുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ ഇതുപോലെ തന്നെ വേറൊരു ടൈപ്പ് ക്വസ്റ്റ്യൻ ആണ്. The last digit of the number obtained by multiplying the numbers 81 into 82 into 83 into അങ്ങനെ 89 വരെ. അപ്പോൾ നമുക്ക് ഈ ഒരു നമ്പേഴ്സ് എല്ലാതും നമുക്ക് ഇരുന്നിട്ട് മൾട്ടിപ്ലൈ ചെയ്യാനായിട്ട് പറ്റില്ല അല്ലേ? ഇത് അത്രയും പോസിബിൾ ആയിട്ടുള്ള കാര്യമില്ലല്ലോ എല്ലാതും ഇരുന്ന് ഡിവൈഡ് ചെയ്യുക എന്ന് പറയുന്നത്. അതുകൊണ്ട് നമ്മൾ എന്താ ചെയ്യുക? നമുക്കിവിടെ ലാസ്റ്റ് ഡിജിറ്റ് മാത്രമേ കണ്ടുപിടിക്കേണ്ട ആവശ്യമുള്ളൂ. എന്ന് വെച്ച് കഴിഞ്ഞാൽ യൂണിറ്റ് ഡിജിറ്റാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ ഇവിടെ എന്താ ചെയ്യേണ്ടത്? നമ്മൾ എൻഡ് ചെയ്യുന്ന ലാസ്റ്റ് എൻഡ് ചെയ്യുന്നതില്ലേ അതെല്ലാം കൂടെ മൾട്ടിപ്ലൈ ചെയ്യാണ് സാധാരണ ചെയ്യുക. ഇനി ഇവിടെ നമ്മൾ നോക്കുകയാണെങ്കിൽ ഇവിടെ 2 ഉണ്ട്, അതുപോലെ ഇവിടെ 5 ഉണ്ട്. അപ്പോൾ 2 ഇൻറ്റു 5 എന്ന് പറയുന്നത് എന്താ? 10 ആണ്. അപ്പോൾ ഒരു നമ്പറിനെ നമ്മൾ 0 വെച്ചിട്ട് മൾട്ടിപ്ലൈ ചെയ്യുക, അല്ലെങ്കിൽ 10 വെച്ചിട്ട് മൾട്ടിപ്ലൈ ചെയ്യുക, 100 വെച്ച് മൾട്ടിപ്ലൈ ചെയ്യുക, ഇങ്ങനെയാണെങ്കിൽ എന്തായാലും ലാസ്റ്റ് ഡിജിറ്റ് എന്തായിരിക്കും? 0 ആയിരിക്കും. അപ്പോൾ നമുക്ക് അത്രയും സിമ്പിളായിട്ട് ആൻസറിലോട്ട് എത്താനായിട്ട് പറ്റും. അപ്പോൾ ഇത്രയും വലിയൊരു നമ്പേഴ്സ് തന്നിട്ട് മൾട്ടിപ്ലൈ ചെയ്യാൻ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവിടെ 2ഉം 5ഉം ഉണ്ടോ നോക്കുക. 2ഉം 5ഉം ഉണ്ടെങ്കിൽ എന്തായാലും ലാസ്റ്റ് ഡിജിറ്റ് 0 ആയിരിക്കും. എന്ന് വെച്ചാൽ 2 ഇൻറ്റു 5 എന്ന് പറയുന്നത് 10 ആണ്. ഓക്കെ, ഇനി 2ഉം 5ഉം ഇല്ല എന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യേണ്ടി വരും? ലാസ്റ്റ് ഡിജിറ്റ്സ് എല്ലാതും കൂടെ മൾട്ടിപ്ലൈ ചെയ്യേണ്ടി വരും. ഓക്കെ, ഫൈൻഡ് ദി യൂണിറ്റ് ഡിജിറ്റ് ഓഫ് ദി എക്സ്പ്രഷൻ 25⁻6,251 പ്ലസ് 36⁵528 പ്ലസ് 73⁵54. അപ്പോൾ ഇവിടെ നമുക്ക് യൂണിറ്റ് ഡിജിറ്റാണ്, ഈ ഒരു എക്സ്പ്രഷൻ്റെ യൂണിറ്റ് ഡിജിറ്റാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ ഇവിടെ 6,251 അതുപോലെ 528, അപ്പോൾ ഇത്രയും വലിയ നമ്പേഴ്സ്, അതും ഏതിൻ്റെ? 25ൻ്റെ. അപ്പോൾ നമുക്ക് 25, 36 എന്നൊക്കെ പറയുന്നത് ഇത്രയും തവണ നമുക്കിങ്ങനെ സൈക്കിൾസിറ്റി കണ്ടുപിടിക്കാനായിട്ട് പറ്റില്ല. ഇനി ഒരു റൂള് പറഞ്ഞുതരാം. ഇപ്പോൾ 5 അതുപോലെ 6 ഇത് രണ്ടും നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ 5ന് നമ്മൾ 5 സ്ക്വയർ, 5 ക്യൂബ് ഇതൊക്കെ എടുക്കുകയാണെങ്കിലും അതിൻ്റെ യൂണിറ്റ് ഡിജിറ്റ് ഓൾവേസ് 5 ആണ് അല്ലേ? അതുപോലെ തന്നെ 6 സ്ക്വയർ, 6 ക്യൂബ് ഇതൊക്കെ എടുക്കുകയാണെങ്കിലും അതിൻ്റെ യൂണിറ്റ് ഡിജിറ്റും ഓൾവേസ് 6 ആയിരിക്കും. അപ്പോൾ ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലായ ഒരു കാര്യം എന്ന് വെച്ചാൽ എന്താ? ഈ ഒരു 25⁻6,251 എന്നൊക്കെ പറഞ്ഞാലും അതിൻ്റെ യൂണിറ്റ് ഡിജിറ്റ് എന്തായിരിക്കും? 5 ആയിരിക്കും. അപ്പോൾ നമുക്ക് ഇത് സിമ്പിളായിട്ട് മനസ്സിലായി, ഇതിൻ്റെ യൂണിറ്റ് ഡിജിറ്റ് 5 ആയിരിക്കും. അതുപോലെ 36ൻ്റെ കാര്യത്തിലും ഇവിടെ 6 ആയിരിക്കും. ഇനി ഇവിടെ 3 വരുന്ന കേസിൽ, ഈ ഒരു 3 അങ്ങനെ 3 വരുന്ന കേസിൽ അവിടെ എന്താ വരുന്നത്? 3യുടെ സൈക്കിൾസിറ്റി എങ്ങനെയാണ് വരുന്നത്? 4 ആണല്ലോ 3യുടെ സൈക്കിൾസിറ്റി വരുന്നത്. 3971 എന്നൊരു രീതിയിലല്ലേ നമുക്ക് വരിക? 3971. 3യുടെ സൈക്കിൾസിറ്റിയുടെ കേസിൽ മാത്രം നമ്മളിത് നോക്കിയാൽ മതി.
ഓക്കെ, 3971 എന്ന് വരുന്നത്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? 54നെ നമ്മൾ സാധാരണ പോലെ തന്നെ ഡിവൈഡ് ചെയ്ത് നോക്കുക 3യുടെ സൈക്കിൾസിറ്റി വെച്ചിട്ട്. അപ്പോൾ 54ന് 3യുടെ സൈക്കിൾസിറ്റി എത്രയാണ് വരുന്നത്? 4 അല്ലേ വരുന്നത്? ആ 4 വെച്ചിട്ട് നമ്മൾ ഡിവൈഡ് ചെയ്ത് നോക്കാം. 5ൽ 4 എത്ര ടൈംസാണ്? 1 ടൈം. അപ്പോൾ 4 വരും. പിന്നെ 14ൽ എത്ര ടൈംസാണ് വരുന്നത്? 4 3 ടൈംസ് വരും. അപ്പോൾ 12. അപ്പോൾ നമുക്കിവിടെ റിമൈൻഡർ എത്രയാണ് കിട്ടിയത്? 2 ആണ് കിട്ടിയത്. 2 റിമൈൻഡർ കിട്ടിയിട്ടുണ്ടെങ്കിൽ സെക്കൻഡ് പൊസിഷനിൽ കിടക്കുന്നതായിരിക്കുമല്ലോ. അപ്പോൾ ഇവിടെ എന്താ നമുക്ക് ആൻസർ കിട്ടി? 9 ആണ്. ഇനി ഈ ഒരു എക്സ്പ്രഷൻ എങ്ങനെയാണ് വരുന്നത്? 5 + 6 + 9 ഇതെല്ലാം കൂടെ ആഡ് ചെയ്യുക എന്നുള്ളതാണ് ഇവിടുത്തെ എക്സ്പ്രഷൻ. എന്ന് വെച്ചാൽ എത്രയാണ്? 20 ആണ് ഇവിടുത്തെ ആൻസർ വരുന്നത്. യൂണിറ്റ് ഡിജിറ്റ് ആണ് അല്ലേ നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ 20ലെ യൂണിറ്റ് ഡിജിറ്റ് എത്രയാണ്? 0 ആണ്. അപ്പോൾ ഓപ്ഷൻ ബി ആയിരിക്കും ഇവിടുത്തെ ആൻസർ. അപ്പോൾ നമ്മളിവിടെ മനസ്സിലാക്കേണ്ടത്, ഈ ഒരു ക്വസ്റ്റ്യനിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടത് 5/5ൻ്റെ പവറാണ് വരുന്നതെങ്കിൽ അതെന്തായാലും അതിൻ്റെ യൂണിറ്റ് ഡിജിറ്റ് എന്ന് പറയുന്നത് 5 തന്നെയായിരിക്കും. അതുപോലെ 6ൻ്റെ പവറാണ് വരുന്നതെങ്കിൽ അതിൻ്റെ യൂണിറ്റ് ഡിജിറ്റ് എന്തായാലും 6 തന്നെയായിരിക്കും. ഇനി 3യുടെ സൈക്കിൾസിറ്റി നോക്കുമ്പോൾ എങ്ങനെയാണ്? 3, 9, 7, 1 എന്നൊരു രീതിയിലാണ് വരിക. അപ്പോൾ നമ്മൾ ഇത്രയും നേരം ചെയ്ത പോലെ തന്നെ ആ ഒരു പവർ എത്രയാണോ അതിനെ 3യുടെ സൈക്കിൾസിറ്റി ആയിട്ടുള്ള 4 വെച്ച് ഡിവൈഡ് ചെയ്ത് നോക്കുക. എന്നിട്ട് റിമൈൻഡർ എത്രയാണോ അത് നമ്മുടെ സൈക്കിൾസിറ്റിയിലെ 3, 9, 7, 1 അതിൽ ഇട്ട് നോക്കാം. അപ്പോൾ നമുക്ക് 2 ആണ് റിമൈൻഡർ കിട്ടിയത്. എന്ന് വെച്ചാൽ സെക്കൻഡ് പൊസിഷനിൽ കിടക്കുന്ന നമ്പർ ആയിരിക്കും അവിടുത്തെ യൂണിറ്റ് ഡിജിറ്റായിട്ട് വരുന്നത്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യനും ഇതേപോലെ തന്നെയാണ് വരുന്നത്. അപ്പോൾ ഇവിടെ നമുക്ക് 2 സൈക്കിൾസിറ്റി ഉണ്ട്. അപ്പോൾ 5ൻ്റെ കേസിൽ നമുക്കറിയാം 5 തന്നെയായിരിക്കും ആ ഒരു യൂണിറ്റ് ഡിജിറ്റായിട്ട് വരുന്നതെന്ന് നമുക്ക് അറിയാം. പക്ഷേ 3യുടെ കേസിലും അതുപോലെ 2ൻ്റെ കേസിലും ഇവർക്ക് രണ്ടുപേർക്കും എന്തുണ്ട്? സൈക്കിൾസിറ്റി ഉണ്ട് അല്ലേ? അപ്പോൾ 5ൻ്റെ കേസിൽ എന്തായാലും സൈക്കിൾസിറ്റി 1 മാത്രമേ, കാരണം 5 മാത്രമേ വരുള്ളൂ. പക്ഷേ 2ൻ്റെ കേസിൽ അങ്ങനെയല്ല, 2, 4, 8, 6 വരും. അതുപോലെ തന്നെ 3യുടെ കേസിലും അങ്ങനെയല്ല. 3യുടെ കേസിലും ഇങ്ങനെ 3, 9, 7, 1 എന്നൊരു രീതിയിലല്ലേ വരുന്നത്. അപ്പോൾ അത് നോക്കാം. ഇനി ഇവിടെ ചെയ്യുകയാണെങ്കിൽ ഇപ്പോൾ 5ൻ്റെ 55/725 എന്ന് പറയുന്നത് എന്തായാലും ഇവിടെ യൂണിറ്റ് ഡിജിറ്റ് 5 ആയിരിക്കും. ഇനി 3യുടെ കേസിൽ എങ്ങനെയാണ് നമുക്കറിയാവുന്നത്? 3, 9, 7, 1 അല്ലേ? അതുപോലെ 2യുടെ കേസിൽ എങ്ങനെയാണ് വരുന്നത്? 2, 4, 8, 6 ഇതാണ് സൈക്കിൾസിറ്റി വരുന്നത്. ഇനി എന്താ ചെയ്യേണ്ടത്? ആ ഒരു പവർ എത്രയാണോ അത് വെച്ചിട്ട് ഇത് ഡിവൈഡ് നോക്കുക. അപ്പോൾ 5810 അല്ലെങ്കിൽ 5810 ഡിവൈഡഡ് ബൈ 3യുടെ സൈക്കിൾസിറ്റി ആയിട്ടുള്ള 4 വെച്ചിട്ട് ഡിവൈഡ് ചെയ്ത് നോക്കുക. അപ്പോൾ നമുക്ക് എത്രയാണോ കിട്ടുന്നത് റിമൈൻഡർ? നമുക്ക് റിമൈൻഡർ 2 ആയിരിക്കും കിട്ടുന്നത്. അപ്പോൾ സെക്കൻഡ് പൊസിഷൻ എന്ന് വെച്ചാൽ 9 ആയിരിക്കും 3യുടെ കേസിൽ വരുന്നത്. ഓക്കെ, അതുപോലെ തന്നെ ഈ ഒരു 853 ഡിവൈഡഡ് ബൈ 4. അപ്പോൾ നമുക്ക് എത്രയാണോ റിമൈൻഡർ കിട്ടുന്നത്? 1 ആയിരിക്കും റിമൈൻഡർ കിട്ടുന്നത്. അപ്പോൾ 1 എന്ന് പറയുന്നത് അല്ലെങ്കിൽ ഫസ്റ്റ് പൊസിഷൻ എന്ന് പറയുന്നത് എത്രയാണ്? 2 ആയിരിക്കും വരുന്നത്. ഓക്കെ, ഇനി ഇവിടുത്തെ ആ ഒരു എക്സ്പ്രഷൻ എങ്ങനെയാണ് വരുന്നത്? അഡീഷനാണ് അല്ലേ? അപ്പോൾ ഇതെല്ലാം കൂടെ ആഡ് ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ 5 + 9 + 2 ഇത് 3ഉം കൂടി ആഡ് ചെയ്താൽ നമുക്ക് കിട്ടുന്നത് 16 ആയിരിക്കും. നമുക്ക് ഇവിടെ ചോദിച്ചിട്ടുള്ളത് എന്താണ്? യൂണിറ്റ് ഡിജിറ്റാണ്. യൂണിറ്റ് ഡിജിറ്റ് എന്ന് പറയുമ്പോൾ 16ൻ്റെ യൂണിറ്റ് ഡിജിറ്റ് ഇവിടെ എന്താണ്? 6 ആണ്. ഓക്കെ, ഈ ഒരു 6 ആയിരിക്കും ഇവിടുത്തെ ആൻസർ. അടുത്ത ക്വസ്റ്റ്യൻ, ഫൈൻഡ് ദ യൂണിറ്റ് ഡിജിറ്റ് ഓഫ് ദി എക്സ്പ്രഷൻ 11^1 + 12^2 + 13^3 + 14^4 + 15^5 + 16^6. ഓക്കെ, ഇവിടെ നമ്മൾക്ക് അറിയാവുന്ന കാര്യം 11ൻ്റെ കേസിൽ എന്തായാലും യൂണിറ്റ് ഡിജിറ്റ് എന്ന് പറയുന്നത് സെയിം ആയിരിക്കും എന്നറിയാലോ. 11ൻ്റെ കേസിൽ യൂണിറ്റ് ഡിജിറ്റ് 1 ആയിരിക്കും. ഓക്കെ, അപ്പോൾ എന്തായാലും 1 ആയിരിക്കും. ഇനി 2 സ്ക്വയർ എന്ന് പറയുന്നത് ഇപ്പോൾ 12 സ്ക്വയർ അല്ല, യൂണിറ്റ് ഡിജിറ്റ് നോക്കാം. 2 സ്ക്വയർ എന്ന് പറയുമ്പോൾ അത് എത്രയാണ് വരിക? 4 ആയിരിക്കും. ഇനി 3 ക്യൂബ് എന്ന് പറയുമ്പോൾ 27ൻ്റെ യൂണിറ്റ് ഡിജിറ്റ് 7 അല്ലേ? അപ്പോൾ 7. ഇനി 4^4 എന്തായാലും 6 ആയിരിക്കുമല്ലോ. അപ്പോൾ 6. ഇനി
5/5 5ൻ്റെ എന്താണെങ്കിലും അതിൻ്റെ യൂണിറ്റ് ഡിജിറ്റ് എത്രയായിരിക്കും? 5 തന്നെയായിരിക്കും. ഇനി 6ൻ്റെ കേസിലും യൂണിറ്റ് ഡിജിറ്റ് 6 ആയിരിക്കും. ഇവിടെ എല്ലാതും അഡീഷനാണ്, എല്ലാം കൂടി കൂട്ടാം. അപ്പോൾ ഈ ഒരു കിട്ടിയേക്കുന്ന 1 + 4 + 7 + 6 + 5 + 6 ഇതെല്ലാം കൂടെ ആഡ് ചെയ്ത് നോക്കാം. ഇതെല്ലാം കൂടെ നമ്മൾ ആഡ് ചെയ്യുമ്പോൾ നമുക്ക് 29 ആയിരിക്കും കിട്ടുന്നത്. യൂണിറ്റ് ഡിജിറ്റ് അല്ലേ ചോദിച്ചിട്ടുള്ളത്? 9 ആയിരിക്കും ഇവിടുത്തെ ആൻസർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ദി ലാസ്റ്റ് 2 ഡിജിറ്റ് ഓഫ് 7/2008. ലാസ്റ്റ് 2 ഡിജിറ്റ് നമുക്കിവിടെ കണ്ടുപിടിക്കണം. നമുക്ക് ഈ ഒരു 2008നെ നമ്മൾ 7ൻ്റെ സൈക്ലിസിറ്റി ആയിട്ടുള്ള 4 വെച്ച് ഡിവൈഡ് ചെയ്ത് നോക്കിയാൽ നമുക്ക് ലാസ്റ്റ് ഡിജിറ്റ് മാത്രമേ കിട്ടുള്ളൂ. ഇവിടെ എന്താ ചോദിച്ചിട്ടുള്ളത്? ലാസ്റ്റ് 2 ഡിജിറ്റാണ്. ഓക്കെ, അപ്പോൾ ലാസ്റ്റ് നമുക്ക് ഈ 2008നെ 4 വെച്ച് ഡിവൈഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഇതെന്തായാലും 4 വെച്ചിട്ട് കംപ്ലീറ്റ്ലി ഡിവിസിബിൾ ആണ്. അപ്പോൾ 0 ആയിരിക്കും റിമൈൻഡർ. അപ്പോൾ നമുക്ക് മനസ്സിലായ കാര്യം 0 ആണെങ്കിൽ 1 ലാസ്റ്റ് നമ്മുടെ 7ൻ്റെ സൈക്ലിസിറ്റിയിലെ 4ാമത്തെ നമ്പർ 7931 ആണല്ലോ, അതിൽ 1 ആണ് ലാസ്റ്റ് ഡിജിറ്റ് വരിക. അപ്പോൾ നമ്മൾ ഓപ്ഷൻസ് നോക്കുമ്പോൾ 4 ഓപ്ഷനിലും ലാസ്റ്റ് ഡിജിറ്റ് 1 ആണ്. നമുക്ക് 1 ആയിരിക്കും ലാസ്റ്റ് ഡിജിറ്റ് എന്ന് പറയാം. പക്ഷേ ഇവർ ലാസ്റ്റ് 2 ഡിജിറ്റാണ് ചോദിച്ചിട്ടുള്ളത്. ഇവിടെ സിമ്പിളായിട്ട് നമുക്ക് നോക്കാനാണെങ്കിൽ 7/1 ആണെങ്കിൽ 07. ഇനി 7 സ്ക്വയർ ആണെങ്കിൽ എന്താ വരിക? 49 വരും. ഓക്കെ, ഇനി 7 ക്യൂബ് ആണെങ്കിൽ ഈ ഒരു 49 × 7 അല്ലേ 7 ക്യൂബ് എന്ന് പറയുന്നത് 343. അപ്പോൾ ഇതിൻ്റെ ലാസ്റ്റ് 2 ഡിജിറ്റ് 43 ആയിരിക്കും. 7/4 എന്ന് പറയുമ്പോൾ എന്ത് വരും? ഈ ഒരു 43 × 7 ചെയ്താൽ മതി. അപ്പോൾ ഈ ലാസ്റ്റ് 2 ഡിജിറ്റ് × 7 ചെയ്താൽ മതി. അപ്പോൾ അതായിരിക്കും 301. ഓക്കെ, അപ്പോൾ ഇവിടെ 01 ആയിരിക്കും നമുക്ക് ലാസ്റ്റ് 2 ഡിജിറ്റ് കിട്ടുന്നത്. അപ്പോൾ ഇത് തന്നെയായിരിക്കും റിപ്പീറ്റ് ചെയ്ത് വരിക. അപ്പോൾ അങ്ങനെ നോക്കിയാൽ മതി. അപ്പോൾ ലാസ്റ്റ് 2 ഡിജിറ്റ് 01 ആയിരിക്കും. അപ്പോൾ ഇത്രയും ക്വസ്റ്റ്യൻസാണ് നമ്മൾ ഈ ഒരു സൈക്ലിസിറ്റി എന്ന് പറഞ്ഞിട്ടുള്ള യൂണിറ്റ് ഡിജിറ്റ് കണ്ടുപിടിക്കുന്ന ഈ ഒരു ടോപ്പിക്കിൽ നോക്കുന്നത്. ഇത്രയും ക്വസ്റ്റ്യൻസാണ്. ഇത് വെച്ചിട്ട് നമുക്ക് ഏകദേശം ഇങ്ങനത്തെ ക്വസ്റ്റ്യൻസ് തന്നെ കൂടുതൽ ചെയ്ത് പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഏകദേശം ഓക്കെ ആയിരിക്കും ഈ ഒരു ടോപ്പിക്ക്. ഓക്കെ, ഇനി നമുക്ക് നോക്കാനുള്ളത് എക്സ്പോണൻസ് എന്ന് പറഞ്ഞിട്ടുള്ളൊരു ടോപ്പിക്കാണ്. നമ്പർ ഓഫ് സീറോസ് നമ്മൾ കണ്ടുപിടിക്കുന്ന ആ ഒരു ടോപ്പിക്കാണ് എക്സ്പോണൻസ് എന്ന് പറയുന്നത്. ഇതിപ്പോൾ നമ്മൾ യൂണിറ്റ് ഡിജിറ്റ് ആയിരുന്നു നോക്കിയത്. ഇത്രയൊക്കെയാണ് നമ്മൾ ഈ ഒരു വീഡിയോയിൽ നോക്കുന്നത്. താങ്ക് യു.